ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പം വിൻ്ററൊക്കെ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റൊക്കെയാണ്. അപ്പം നമ്മൾ ഓർത്തു എന്നാൽ നമുക്ക് ഡെസേർട്ട് സഫാരിക്ക് പോകാമെന്ന്. അപ്പം നമ്മളിന്ന് പോകുന്നത് അബുദാബിയിലെ അൽ ഖദീം ഡെസേർട്ട് സഫാരിയിലോട്ടാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിവിടെ UAE വന്നിട്ട് ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഡെസേർട്ട് സഫാരിക്ക് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് 1 hour ട്രാവലുണ്ട്. നമ്മുടെ കാറിന് നമുക്ക് അൽ ഖദീം വരെ പോകാം. അവിടെ നിന്ന് അവരുടെ കാറിനാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കാറ് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട്, ഇത് ഡെസേർട്ട് സഫാരിക്കാരുടെ വണ്ടിയാണ്, ലാൻഡ് ക്രൂയിസർ. അതിനാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ടോട്ടൽ 25-30 മിനിറ്റ്സ് ഉണ്ടെന്നാണ് നമുക്ക് ഈ ഡ്രൈവ്. അടിപൊളി ഡ്രൈവായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ കുലുങ്ങി നല്ല രസമായിരുന്നു. ഇവാനിയൊക്കെയാണ് ഈ ചെറുപ്പത്തിൽ പോയതാണ്. അപ്പോൾ ഇവാനിക്ക് അത്ര ഓർമ്മയില്ലായിരുന്നു. ഇപ്രാവശ്യം അപ്പം നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. മക്കൾ 3 കൂടെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തു. അടിപൊളി. ആ ചേട്ടനാണെങ്കിൽ പാകിസ്ഥാനി ചേട്ടനായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമ്മൾ പിന്നെയും വേണമെന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ ചേട്ടൻ പിന്നെയും നമ്മളെ കൊണ്ടുപോകും. നമ്മളെ ഫസ്റ്റിലെ ക്യാമ്പിൽ കൊണ്ടാക്കി. എനിക്കിച്ചിരി പേടിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ക്യാമ്പിൽ എന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ക്യാമ്പിൽ കൊണ്ടാക്കി. എന്നിട്ട് റോജിനെയും മക്കളെയും കൂടെ ഒന്നും കൂടെ ആ ചേട്ടൻ കൊണ്ടുപോയി. നല്ല ചിൽ ചേട്ടനായിരുന്നു. നമ്മുടെ വണ്ടിയെ നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളായിരുന്നേ. നമുക്ക് വേറെ ആൾക്കാരെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ നമ്മൾക്ക് ഫാമിലി മാത്രം മതി എന്ന് പറഞ്ഞതും കൊണ്ട് നമ്മുടെ വണ്ടിയെ നമ്മുടെ ഫാമിലി മാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഫൈനലി നമ്മൾ ക്യാമ്പിലെത്തി. നോർമൽ പാസ് ഒരാൾക്ക് 30 ദിർഹമാണ്. VIP സീറ്റിംഗ് ആണെങ്കിൽ 90 ദിർഹമാണ്. അപ്പം നമ്മളപ്പം VIP സീറ്റിംഗ് ആണ് എടുത്തത്. അതിൽ നമുക്ക് സ്പെഷ്യൽ ഫുഡും അൺലിമിറ്റഡ് ഫുഡും ഒക്കെ ഉണ്ട്. പിന്നെ VIP സീറ്റിങ്ങും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുറേ നേരത്തെ ചെന്നായിരുന്നു. കാരണം അവിടെ കുറേ ആക്ടിവിറ്റികളുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരത്തെ ചെന്നായിരുന്നു. അതിനകത്ത് ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ അറബിക് ഡ്രസ്സും ഒക്കെ ഇട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ മെഹന്തി അവിടെ ഇട്ട് തരും. മെഹന്തിയൊക്കെ ഇടാം. അങ്ങനെ കുറേ കുട്ടി ഷോപ്പുകളുണ്ട്. സുവനീഴ്സ് അങ്ങനെയൊക്കെയുള്ള കുറേ കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഔട്ട്സൈഡാണ് കുറേ ആക്ടിവിറ്റികളുള്ളത്. നമ്മൾ ഒരു 4 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഒരു 4:30 തൊട്ടേ ഫുഡൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബാർബിക്യൂ ഒക്കെ ആയിരുന്നു. നമ്മൾ പിന്നെ അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് ഔട്ട്സൈഡ് നമുക്ക് ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്. അപ്പം
ബൈക്ക് റൈഡിങ്ങിനാണ് നമ്മൾ ആദ്യം പോയത്. അതിനൊക്കെ നമ്മൾ വേറെ എക്സ്ട്രാ ചാർജാണ്. ബൈക്ക് റൈഡിങ് ആണെങ്കിലും 30 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ബൈക്ക് റൈഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അപ്പോഴത്തേക്ക് സൺസെറ്റിന് സമയമായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല സാൻഡ് ഡ്യൂണുണ്ട്, അതുവഴി നമ്മൾ മണ്ണിൽ കൂടെ കുറേ നടന്ന് നമ്മൾ സൺസെറ്റൊക്കെ നന്നായിട്ട് കണ്ട് ആസ്വദിച്ചു. നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് സൺസെറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റി. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ക്യാമൽ റൈഡിങ്ങും ഹോഴ്സ് റൈഡിങ്ങും ഉണ്ട്, അതിനായിട്ടാണ് പോയത്. ക്യാമൽ റൈഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാൻഡ് ബോർഡ് ഉണ്ടായിരുന്നു, അത് മക്കളൊക്കെ കളിച്ച് നന്നായിട്ട്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് പലതരം സാലഡുകൾ, റൈസ്, മന്തി റൈസ്, പിന്നെ ബാർബിക്യൂ, പാസ്ത, അങ്ങനെ കുറേ നൂഡിൽസ്, പിള്ളേർക്ക് ഇഷ്ടമുള്ള എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു. പിന്നെ കുപ്പൂസും ബാർബിക്യൂ ആണ് മെയിനായിട്ട് ഉള്ളത്. നമ്മളെല്ലാം കഴിച്ച് ഡ്രിങ്ക്സൊക്കെ ആണെങ്കിലും പെപ്സി അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. നമ്മൾ ഈ അൺലിമിറ്റഡ് എടുത്തതും കൊണ്ടാണ് നമുക്കതെല്ലാം കിട്ടുന്നത്. ഇതാണ് UAEയുടെ നാഷണൽ ബേർഡ് ഫാൽക്കണൊക്കെ ആയിട്ട് നമ്മൾ ഫോട്ടോയും ഒക്കെ എടുത്തു. ഈവനിങ് 6:30 ആയപ്പോൾ ലൈവ് ഷോ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ബെല്ലി ഡാൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അറബിക് ട്രഡീഷണൽ രീതിയിലുള്ള ബെല്ലി ഡാൻസ് ആയിരുന്നു. ബെല്ലി ഡാൻസ് കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ വേണ്ടി, കുട്ടികളെയൊക്കെ ഒന്ന് ഫണ്ണാക്കാൻ വേണ്ടി നല്ലൊരു പാണ്ട ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ ശരിക്കും അത് എൻജോയ് ചെയ്തു. അടുത്തത് ഒരു തനോറ ഡാൻസായിരുന്നു. ഇതൊരു ഈജിപ്ഷ്യൻ ഫോക്ക് ഡാൻസാണ്. ഈ തനോറ മ്യൂസിക്കിൻ്റെ ഋതമനുസരിച്ച് ഈ മൾട്ടി ലെയർ സ്കേർട്ടാണ്. ആ സ്കേർട്ട് ഇങ്ങനെ കറക്കി കറക്കി എടുത്തുള്ളൊരു ഡാൻസായിരുന്നു. അത് നമുക്കെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ആ മ്യൂസിക്കിൻ്റെ ആ ഋതത്തിനനുസരിച്ചായിരുന്നു. അത് നമ്മൾ ഇതുവരെ കണ്ടതിലൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡാൻസായിരുന്നു. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഷോയുടെ ഇടയ്ക്ക് ഇവിടുത്തെ ട്രഡീഷണൽ അറബിക് കഹ്വ കോഫി നമുക്ക് സെർവ് ചെയ്യുമായിരുന്നു. പിന്നെ ബഫയൊക്കെ സ്റ്റാർട്ടായി, നമുക്ക് ഫുഡൊക്കെ പോയി കഴിക്കാമായിരുന്നു. നല്ലൊരു ആദ്യമായിട്ടാണ് ഞാൻ ആ കോഫി കുടിക്കുന്നത്. നല്ലൊരു കോഫിയായിരുന്നു. ഇവിടുത്തെ ട്രഡീഷണൽ അറബിക് കോഫിയാണ്. നമ്മുടെ കോഫിയൊക്കെ വെച്ച് നോക്കുമ്പം കുറച്ചുകൂടെ കയ്പായിട്ട് നമുക്ക് തോന്നും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ നല്ല അടിപൊളി ഫയർ ഷോ ഉണ്ടായിരുന്നു. ഒരു 8:30 ഒക്കെ ആയപ്പോൾ എല്ലാ പ്രോഗ്രാമും ഒക്കെ കഴിഞ്ഞായിരുന്നു. എന്നിട്ട് അവരുടെ വണ്ടിയെ തന്നെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടാക്കും. അപ്പോൾ പോകുന്നത് ഡെസേർട്ടിൽ കൂടിയല്ല, റോഡിൽ കൂടിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അവിടെ ചെല്ലും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഈവനിങ് നമുക്ക് സമ്മാനിച്ചു അൽ ഖദീം ഡെസേർട്ട് സഫാരി. ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അഡ്വഞ്ചർ, ഫുഡ്, കൾച്ചർ, എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഒരു പ്ലേസിൽ തന്നെ നമുക്ക് ശരിക്കും ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ് അൽ ഖദീം ഡെസേർട്ട് സഫാരി.